സംസ്കരിക്കപ്പെടേണ്ട വിദ്യാഭ്യാസം. കാലത്തിന്റെ വിവിധതരം മാറ്റങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് നവീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. അത് നവീകരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യവുമാണ്. പണ്ടുകാലം നമുക്ക് കിട്ടിയിരുന്നത് ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. വെറും സവർണരുടെ മാത്രം കുത്തകയായിരുന്ന ആ വിദ്യാഭ്യാസത്തെ പിന്നെ പള്ളിക്കൂടങ്ങളായി ഇപ്പോൾ ഈ നിലനിന്ന് വരുന്ന സമകാലീന വിദ്യാഭ്യാസത്തിലേക്ക് ഈ വിദ്യാഭ്യാസം നവീകരിക്കപ്പെട്ടു എന്നുള്ളത് ഈ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഒരു സംസ്കാരത്തിന്റെ ഒരു മാറ്റമാണ്. അപ്പൊ ഈ ഒരു IT വിദ്യാഭ്യാസം പോലെയുള്ള പുതിയ പുതിയ കാലങ്ങൾക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സമൂഹം ഈ ഒരു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കണം. സമകാലീന വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പ്രാധാന്യമാണ് അധ്യാപകരുടെ മാത്രമല്ല ഈ വിദ്യാഭ്യാസത്തെ രക്ഷിതാക്കളുടെ പങ്ക്. ഓരോ കാലത്തും കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിലും കിട്ടേണ്ട അറിവിനെ കുറിച്ച് വ്യക്തമായ ബോധമുള്ളവരാണ് രക്ഷിതാക്കൾ. ഈ രക്ഷിതാക്കളുടെ പങ്കും കൂടെ ഈ സംസ്കരിക്കപ്പെടേണ്ട വിദ്യാഭ്യാസം നാം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയിരുന്നത് അവർക്കുള്ള ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാൻ വേണ്ടി ആയിരുന്നെങ്കിലും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. നാനോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഈ നമ്മുടെ പുതുതലമുറക്ക് വെറും സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ കുറവുള്ള ഈ കുട്ടികൾക്ക് നമ്മുടെ കൊടുക്കുന്ന കൺസെപ്റ്റ്, അതായത് കുറച്ച് സമയം കൊണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള നൂതന ആശയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരണമെന്ന് ആശംസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭവിക്കും.